നമ്മൾ വെളി തന്നെ ആത്മീയ മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. അപ്പൊ ബൈബിളിൽ ആദ്യത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരിക, ഞാൻ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? അടുത്തായിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാ പരിശ്രമിക്കുന്നത്? ഒന്ന് ഉറക്കെ ചോദിച്ചു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാ പരിശ്രമിക്കുന്നത്? ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ പരിശ്രമിക്കുന്നതെന്ന് ബൈബിൾ പറയുകയാണ്. ഹെബ്രായർ 12:14. ബൈബിളുള്ളവരൊക്കെ ബൈബിൾ എടുത്തു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വചനം. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, എല്ലാവരോടും സമാധാനമുണ്ടോ? സമാധാനമില്ലെങ്കിൽ കുടുംബജീവിതം തകർന്നു, ഇടവക ജീവിതം തകർന്നു. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം. പറഞ്ഞേ, വലുതരം എത്തി പറ, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. വലുതരം എത്തി പറ, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ ഞാൻ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂടെ പോരുന്നു. അപ്പൊ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാണെങ്കിൽ ഞാൻ അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് ചോദിച്ച്, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ശരീരത്തെ കുറിച്ച് 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ശരീരത്തെ കുറിച്ച് ബൈബിളിലെ 12 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് 5 കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. ശരീരത്തെ കുറിച്ച് ഒന്നാമതായി പറയുന്ന വചനമാണ് 1 Corinthians 6:13. ശരീരം കർത്താവിൻ്റെതാണ്. വലുതരം പറ, ശരീരം കർത്താവിൻ്റെതാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, എന്റെ ശരീരം എന്റേതല്ല, ഇതാരുടേതാണ്? അപ്പൊ ഈ രോഗം ആരുടേതാണ്? എന്റെ വേദന ആരുടേതാണ്? എനിക്ക് പ്രശ്നമുണ്ടോ? പ്രിയ സഹനങ്ങൾ, ഈ സഹനങ്ങള്, ഈ വേദനകള്, ഇങ്ങോട്ട് നോക്കി, എന്റെ സഹനങ്ങള്, എന്റെ വേദനകള്, എന്റെ നൊമ്പരങ്ങള് എല്ലാം എന്റേതായി മാറുമ്പോൾ അവിടെ അനുഗ്രഹം ലഭിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയും, എനിക്ക് വയ്യായ എന്ന് പറയും. ഈ വേദന എന്റേതല്ല, ഇത് ഈശോയുടേതാണ്. പറഞ്ഞു, ഇത് പറയാൻ തുടങ്ങുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. അപ്പൊ ഇവിടെ വചനം പറയാ, ശരീരം കർത്താവിൻ്റെതാണ്. പറഞ്ഞു, 2, ഈ ശരീരം ഉയർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മള് നല്ല ഈ അടക്കം, ക്രിസ്ത്യാനികളുടെ അടക്കം കണ്ടിട്ടില്ലേ? വലിയ രീതിയിലാണ് അടക്കം നടത്തുന്നത്. എന്താ അതിനർത്ഥം? ഈ ശരീരം ഉയർപ്പിക്കപ്പെടണം. എന്താണ്? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഈ ശരീരം ഉയർപ്പിക്കപ്പെടണം. എന്താണ് പറഞ്ഞേ? അപ്പൊ ഉയർപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ നിങ്ങൾ മദ്യം, ലഹരികളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഇത് ഉയർപ്പിക്കപ്പെടേണ്ടതാണ്. വലുതരം എഴുതി പറ, ഇത് ഉയർപ്പിക്കപ്പെടേണ്ടതാണ്. മൂന്നാമതായി 1 Corinthians 6:15. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഒന്ന് ഏറ്റു പറഞ്ഞേ, എന്റെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണ്, എനിക്ക് അറിഞ്ഞുകൂടെ? എന്റെ ശരീരം ആരുടെ അവയവമാണ്? നോക്കി, ഒരു സ്ത്രീയെ നോക്കേണ്ടത്, ഒരു പുരുഷനെ നോക്കേണ്ടത്, ഒരു കുഞ്ഞിനെ നോക്കേണ്ടത്, ഇത് ക്രിസ്തുവിന്റെ അവയവമാണ്. അല്ലെങ്കിൽ ജഡികത നിന്നിൽ വരും. ഞാനൊരു പള്ളിയിൽ 5 ദിവസത്തെ ധ്യാനം നടത്തുമ്പോൾ ചെറുപ്പക്കാരനായ വികാരി അച്ഛൻ, എന്റെ ബ്രദറെ, ഈ ബൈബിളിൽ ഈ വചനം കിടന്നിട്ട് ഞാൻ ഇതുവരെ അതിനെ കുറിച്ച് ധ്യാനിച്ച് ഇന്നുമാണ് മനസ്സിലായത്. ചില മേഖലകളിൽ ഞാനാകുന്ന വൈദികനെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അച്ഛന് മനസ്സിലായി. അച്ഛൻ പറഞ്ഞു, ബ്രദറെ, കുർബാന കഴിഞ്ഞ് ഒരു 10-25 പെൺപിള്ളേരവിടെ PGക്കും ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്. അച്ഛന് ചുറ്റും ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പൊ അച്ഛന് അത് വലിയ കാര്യമാക്കിയില്ല ആദ്യമൊക്കെ. പിന്നീട് അച്ഛന്റെ ആത്മീയ ജീവിതത്തെ അത് കുറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ധ്യാനം നടക്കുന്നത്. ആ ധ്യാനത്തിന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഈ
ഈ അവയവത്തിന്റെ ഈ ചുണ്ട യേശുവിൻ്റെതാണെങ്കിൽ ഇതിനെ പുകവലിക്കാനുള്ളതല്ല, മദ്യപിക്കാനുള്ളതല്ല. ഈ അവയവം ക്രിസ്തുവിന്റെ അവയവമാണ്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഈ വചനം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന 3 മദ്യപാനികൾ പറഞ്ഞു, ഇനി ഞങ്ങൾ മദ്യപിക്കത്തില്ല. നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കുമ്പോൾ കിട്ടുക. പ്രിയ സഹോദരങ്ങളെ, ഇത് ക്രിസ്തുവിന്റെ അവയവമാണ്. എന്താ വചനം പറഞ്ഞു? 1 കൊരിന്ത്യർ 6:15 വായിച്ച സഹോദരി, 1 കൊരിന്ത്യർ 6:15 കിട്ടിയോ? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്താ ഇങ്ങനെ അറിഞ്ഞുകൂടെ എന്നിട്ടാണ് ചാറ്റം പറയുന്നത്? അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞാൽ എന്താ? അറിയണമെന്ന്. ഈ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ ചോദ്യങ്ങളുണ്ട്. എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെന്ന് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. എന്റെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെന്ന് എനിക്കറിയണം. ഈ അറിവുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ മദ്യപിക്കുന്നു. ഈ അറിവ് നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മൾ പാവദുശീലങ്ങൾ ഓണം വരുവോ, ശകലം പാട്ടീസ് അടിച്ചോട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കല്യാണത്തിന് വിളമ്പുന്ന വീഞ്ഞു പോലും കുടിക്കലെന്ന വചനപ്രഘോഷകരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദാനിയേലിനെ കുറിച്ച് പറയുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1:8. അവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1:8 തൊട്ടുള്ള വചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലും അസിറിയ, മിഷ്യൻ അല്ലെങ്കിൽ ശദ്രക്ക്, മേശക്ക്, അബ്ദീനഗോ ഇങ്ങനെ 3 യുവാക്കൾ, ഇങ്ങനെ 4 പേരെ നബൂഖദ്നേസർ രാജാവ് ആ രാജ്യത്തിന്റെ വലിയ ചുമതലകൾ കൊടുത്ത് ആ യുവാക്കളെ എടുക്കും. ബാബിലോണിൽ നിന്ന് വന്ന ബാബിലോണിൽ ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് നോക്കി, പ്രവാസികളായിട്ട് ഇവിടെ വന്നിരിക്കുക. നബൂഖദ്നേസർ രാജാവിന്റെ ബാബിലോൺ കൊട്ടാരത്തിലെ പ്രവാസികളായിട്ട് വന്നിരിക്കുന്ന ഈ യുവാക്കൾ ഭയങ്കര മിടുക്കരാണ്. അവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദാനിയേൽ 1:8 പറയുന്നത്, എന്നാൽ രാജാവ്, അപ്പൊ ഇങ്ങോട്ട് നോക്കി, രാജാവിന്റെ വലിയ ഉന്നത ഉദ്യോഗസ്ഥർ ഇവര്. അപ്പൊ ദാനിയേൽ അതിന്റെ അഡ്വൈസർ. അപ്പൊ ദാനിയേലിന് പ്രത്യേക രാജാവ് കുടിക്കുന്ന ലഹരി ഉണ്ട്, വീഞ്ഞുണ്ട്, വിഭവസമൃദ്ധം. ഇങ്ങോട്ട് നോക്കി, കല്യാണത്തിനൊക്കെ 1500 2000 ഒക്കെ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചാൽ അത് തന്നെ അപകടം. ഈ 6-7 കൂട്ടമൊക്കെ ഇറച്ചി കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ പറയും, അന്നം തോന്നുമ്പോ ഉന്നം തോന്നും. അതൊക്കെയാണ് ഈ ആഹാരമെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ജഡമൊക്കെ ഒന്ന് ജഡികതയൊക്കെ ഒന്ന് വർദ്ധിക്കും. കണ്ടോ? ചിലവർക്ക് ഇതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞു കൊണ്ടോ മലിനനാകില്ലെന്ന് വലതുകരം എഴുതി പറഞ്ഞ. രാജാവ് കുടിച്ച വീഞ്ഞുകൊണ്ട്, വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ട് മലിനനാകത്തില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ നിശ്ചയിക്കും. 8 നോയമ്പ് കഴിഞ്ഞൊരു കല്യാണം നടന്നു. ആ കല്യാണ പന്തിയിൽ ശകലം വീഞ്ഞു വെച്ചിരിക്കും. ആദ്യം അതായിരിക്കും കുടിക്കും, വീഞ്ഞും. അതുകൊണ്ടാണ് ലൂക്കാ 1:15 സ്നാപയോഹന്നാനെ കുറിച്ച് പറയുകയാണ്, അവൻ കർത്താവിന്റെ മുമ്പിൽ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കത്തില്ലേ. ആധുനിക തലമുറ കേൾക്കണം, ആധുനിക തലമുറ കേൾക്കണം ഇത്. ലൂക്കാ 1:15 അവൻ കർത്താവിന്റെ സന്നദ്ധിയിൽ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. വലതുകരം പറഞ്ഞ വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. ആര് കുടിക്കില്ല? പറഞ്ഞേ.
അപ്പൊ ദാനിയേൽ എന്താ ചെയ്തു? രാജാവിന്റെ വിഭവസമൃദ്ധമായ സദ്യ കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞ് കൊണ്ടോ മലിനനാകത്തില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. കാരണം എന്റെ ശരീരം എന്റേതല്ല, എന്റെ ശരീരം കർത്താവിന്റേതാണ്. കരമടിച്ച് ഒന്ന് മഹത്വപ്പെടുത്തി. എന്റെ ശരീരം ആരുടേതാ? കർത്താവിന്റെ ശരീരമാണെങ്കിൽ ഹൈന്ദവ ആചാരപ്രകാരം നിങ്ങൾ ഒട്ടുകുത്തുന്നതിന് തെറ്റാ. അതിന്റെ തലമുടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടുകുത്തു. അത് ശിവലിംഗത്തിൽ നിന്ന് എടുക്കുന്ന പതിവ്രത സംസ്കാരത്തിലെ രണ്ട് യഥാർത്ഥ ഭാര്യ, ഒന്നാം ഭാര്യ ആരാണെന്ന് തിരിച്ചറിയുവാൻ വന്ന ഒരു ഹൈന്ദവ ആചാരമാണ് ഈ ചുമന്ന കുങ്കുമം ഇവിടെ തൊടുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ കുങ്കുമം തൊടാനുള്ളതല്ല, ഇത് ക്രിസ്തുവിന്റെ അവയവമാണ്. ഹല്ലേലൂയ! എന്റെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെന്നുള്ള മാന്യത വേണം. എന്നിട്ട് യേശുവേ എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ കരുത്തില്ല. നിങ്ങളുടെ മാന്യതയുണ്ടോ? ലോകത്തിലെ വൃത്തികെട്ട ഒരിക്കലും ഇവിടെ ഈ വേളാങ്കണ്ണിപ്പില് ഒരു വചന പ്രഘോഷകനായ ബ്രദർ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പോസ്റ്ററും ബ്രദറും പ്രിൻസ് ബ്രദറും ഒക്കെ ഉണ്ടല്ലോ, അല്ലെ എനിക്ക് ബ്രദറിനെ കാണും. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇയാള് രാത്രിയിൽ ഇരുന്ന് വൃത്തികെട്ട കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്റെ വരെ രാത്രി 10 മണി 11 മണി ആകുമ്പോഴേ മൊബൈലിനകത്ത് നഗ്നമലമായ പെണ്ണുങ്ങളുടെ പടമൊക്കെ ഇത് കണ്ട് ആസ്വദിച്ചു. ഇത് കർത്താവ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞു ഇത് നടക്കത്തില്ല. ആത്മീയ ജീവിതം ഇത് നിങ്ങൾ കാണേണ്ടത് മാത്രമേ. 10,000 ചാനലുണ്ട് ടെലിവിഷനിൽ. കാണാൻ കൊള്ളാത്ത ചാനലുകളെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ അവയവമാകണം. ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ പോൾസോമാർ പറഞ്ഞു, സുമി എന്ന് പറയുന്ന കോട്ടയത്തെ വലിയ ഡോക്ടർ PS ജോൺ എന്ന് പറയുന്ന ഡോക്ടറിന്റെ പേഷ്യന്റായ കൊല്ലം എഴുന്നേറ്റ് നടന്നു. ആ എഴുന്നേറ്റ് നടക്കാനുള്ള കാരണം അവളോട് ഞങ്ങൾ പറഞ്ഞു, മോളെ നീ നിന്റെ എല്ല് നിന്റേതല്ല ക്രിസ്തുവിന്റേതാണെന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞ് അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് അഭിഷേകം ഉണ്ടായത്. അത് നമ്മുടെ മെടുക്കൊന്നുമല്ല, ഒരു വചന പ്രഘോഷകന്റെ മെടുക്കല്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഒരു ഉപകരണമാണെന്നേ ഉള്ളൂ. ഞങ്ങളിൽ കൂടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ! നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ അവയവമാണെങ്കിൽ പിന്നെ ഇത് ആരാ ഏറ്റെടുക്കുന്നത്? വലതുകരം എഴുതി പറ, എന്റെ അവയവം ക്രിസ്തുവിന്റെ അവയവമാണ്. അതുകൊണ്ട് ഒരു കാര്യം, എന്റെ കൈ യേശു ക്രിസ്തുവിന്റെ കൈയാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ തലയ്ക്ക് കൈവെക്കും. അങ്ങനെ കൈവെക്കുമ്പോഴാണ് സൗഖ്യം കിട്ടുന്നത്. എന്റെ തമ്പുരാന്റെ കൈയാണ് ഞാൻ നിങ്ങളുടെ തലയിൽ വെക്കുന്നതെന്ന് ആത്മീയമായ ഒരു ബോധ്യമുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി ഒഴിയട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ആത്മീയ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, എന്റെ അവയവം എന്റേതല്ല, ഈശോയുടെ അവയവമാണ്. വലുതുകരം ഉയർത്തി പറഞ്ഞ എന്റെ അവയവം എന്റേതല്ല, ഇതാരുടെ? ഈശോയുടേതായി കഴിയുമ്പോൾ പിന്നെ അതിന്റെ ഉടമസ്ഥനാണ്. പ്രിയ സഹോദരങ്ങളെ, എല്ലാ രോഗികളും ഒരു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കാശ് എടുക്കാം. 87 ക്യാൻസർ രോഗികൾ. ഈ 87 ക്യാൻസർ രോഗികൾ വിചാരിച്ചത് ഈ ക്യാൻസർ എന്റേതാണ്. ഞാൻ അത് തിരുത്തി കൊടുത്തപ്പോഴാണ് അവര് പറയാൻ തുടങ്ങി ഈ ക്യാൻസർ എന്റേതല്ല. പ്രിയ സഹോദരൻ, ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പടപടാന്ന് 10-12 ക്യാൻസർ രോഗികൾ വിളിച്ചിട്ട് പറയുക, ബ്രദറെ അത് പറയാൻ തുടങ്ങി, ശരീരത്തിന് കുളിരുണ്ടായി, ടെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ക്യാൻസർ. എപ്പോഴും ഈ സംഭവമാണ് നടക്കുന്നത്. അവര് വചനം പറയാൻ തുടങ്ങി, എന്റെ ശരീരം എന്റെ അവയവമല്ല, ഇത് ക്രിസ്തുവിന്റെ അവയവമാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ശവമല്ല, തിരിശേഷി. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി, തിരിശേഷിപ്പിന്റെ പ്രത്യേകത എന്താ? നിങ്ങളുടെ തലമുടി നാൾ എണ്ണപ്പെട്ടിരിക്കും.
7 ലക്ഷം തലമുടി ഉണ്ടെന്നാ പറയുന്നത് ഒരു മനുഷ്യൻ. എത്ര നല്ല മുടിയെങ്കിലും എത്ര ഉണ്ട്? മുടി 7 ലക്ഷം തലമുടി കണക്ക്. ഈ 7 ലക്ഷം തലമുടിയിൽ ഒരു തലമുടി ചീർപ്പെ കോർത്തു പോകുന്ന പോലും ആർക്കറിയാം? അറിയാം. അപ്പൊ ഈ തലമുടിക്ക് പോലും വിലയുള്ളവന്റെ പേരാണ് ക്രിസ്ത്യാനി. തലേ തൊട്ടിട്ട് പറയാം എന്റെ തലമുടിക്ക് വിലയുള്ളത്. കാരണം എന്നാ? ഇത് ക്രിസ്തുവിന്റെ തലമുടി. ഈ ക്രിസ്തുവിനെ അറിഞ്ഞ നിമിഷം തൊട്ട് ആരുടെ? ക്രിസ്തുവിന്റെ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ അവയവങ്ങൾ മറ്റിടത്ത് കൊണ്ടുവെക്കാൻ ഒക്കുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ മോൻ അനൂപിന് ഒത്തിരി സിനിമ അഭിനയിക്കാൻ ഓഫർ വന്നു. ഞാൻ അവനോട് പറഞ്ഞു, ഒരു കാരണവശാലും പപ്പ ഞാൻ അനുവാദം തരത്തില്ല. വലിയ 2-3 സിനിമാ നടന്മാർ നേരിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അനുവാദം തരരുത്. സിനിമാ മേഖല ആത്മീയ മനുഷ്യന് പറ്റിയതല്ല. കർമ്മയത്തിയല്ലേ പറഞ്ഞു. യേശുവേ നന്ദി. പ്രിയ സഹോദര, നിന്റെ അവയവം ആരുടെ അവയവം? ക്രിസ്തുവിന്റെ അവയവമാണെങ്കിൽ ഈ അവയവം വിറ്റ് പൈസ ഉണ്ടാക്കില്ല. അവയവം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകളും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കും. ബ്ലൗസ് എല്ലാം കൂടെ വെട്ടി മലത്തി ബോർഡ് എഴുതുന്ന രീതിയിൽ നടക്കരുത്. ഇടുന്ന ചുരിദാർ നല്ല രീതിയിൽ എല്ലാം കൂടെ വെട്ടി മലത്തിക്കൊണ്ട് നടക്കരുത്. ശരീരം പ്രദർശിപ്പിച്ച് നടക്കാൻ പാടില്ല. നിങ്ങൾ ഒരു വൈദികന്റെ ഡ്രസ് ഉണ്ടോ? ഒരു സിസ്റ്ററിന്റെ ഡ്രസ് ഉണ്ട്. നിങ്ങൾ ആത്മീയമായ ക്രിസ്ത്യാനിയാണ്. ഒരു ഹൈന്ദവൻ ദേവാലയത്തിൽ പോയാൽ ഇറുകിപ്പിടിച്ച പാന്റും ഇറുകിപ്പിടിച്ച ബെല്ലിന് വേണ്ടി അമ്പലത്തിൽ പോത്തില്ല. ഒരു മുസ്ലിം പോയാൽ അവർക്ക് ഡ്രസ്സിംഗ് കോഡ്. ഈ ഡ്രസ്സിംഗ് കോഡ് ഒന്നും ഇല്ലാത്ത ഒരു വർഗത്തിന്റെ പേരാണ് ക്രിസ്ത്യാനി. അറപ്പും ഉളപ്പും. പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാനും ഓസോബറിനോട് എറണാകുളത്ത് ഒരു ധ്യാനം നടത്തും. 250 കിലോ വെയിറ്റ് ഉള്ള ഒരു പെങ്കൊച്ചെന്ന് പറഞ്ഞ 24 വയസ്സോ. അവളൊരു പെണ്ണിനും ഒരു ജീൻസ് വിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും. 10-25 ചെറുപ്പക്കാർ അവിടെ കുണ്ടി നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ധ്യാനം നടത്തിയിട്ട് പറഞ്ഞു, പെങ്കൊച്ചെ നീ നാളെ തൊട്ട്, ഇന്ന് വന്നതിരിക്കട്ടെ, നാളെ തൊട്ട് നല്ല ഡ്രസ് ഇട്ടോട്ട് വരണമെന്ന്. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു വികാരിയച്ഛൻ പറഞ്ഞു, എന്റെ ബ്രദറെ ഈ എറണാകുളത്തെ വലിയ കോടീശ്വരൻ. ഞാൻ പറഞ്ഞു, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അയാൾ എന്റെ അടുക്ക വരുന്നത് നാളെ നല്ല ഡ്രസ് ഇട്ടോട്ട് വരാൻ. പിറ്റേ ദിവസം അവൾ നല്ല ഡ്രസ് ഇട്ടോട്ട് വന്നു. ബ്രദറെ എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇട്ടോണ്ട്. ഇത് ദേവാലയം നിന്റെ ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ളതല്ല. ഇത് ദേവാലയം നിന്റെ ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ളതല്ലെന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവം. മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി പെമ്പിള്ളേരെ ഇവിടം വരെയുള്ള ഇത് ഇട്ട് അങ്ങനെയൊക്കെ ഇട്ട് ശരീരത്തെ പ്രദർശിപ്പിക്കാനുള്ള ഒരിക്കലേ ഒരു വിശുദ്ധ കുർബാന നടക്കും. 12 വയസ്സുള്ളവർക്ക് അവരെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കി. അപ്പോ ഒരു പെങ്കൊച്ച് പള്ളി വരുന്നു. അപ്പൊ 10-12 പേർക്കുള്ള ഒരു പെങ്കൊച്ച് വരുന്നു. അച്ഛൻ വിളിച്ചു ചോദിച്ചു, വിശുദ്ധ കുർബാനയ്ക്ക് പിതാവ് വന്നിരിക്കുന്നു. കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ എന്താ? നിങ്ങളുടെ അനിറ്റമോൾ എന്താ വരാൻ പറ്റും? അച്ഛാ അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള എറണാകുളത്തോളം മേടിച്ച വില കൂടിയ ഡ്രസ് ഇടുന്നില്ല. അതിനെന്താ കുഴപ്പം? ഞാൻ അങ്ങനെ വരാം, അവളെ കൊണ്ട് ഇടിപ്പിക്കാം. മോളെ നീ ഇട്ടോണ്ട് വരാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഇട്ടോണ്ട് വന്നപ്പോൾ അച്ഛൻ നോക്കിയപ്പോ അവള് പറഞ്ഞു, ശരിയാ, അവളുടെ ശരീരം മൊത്തം കാണാവുന്ന സൈസ് ഒരു ശരീരം മൊത്തം. അപ്പൊ ഈ അമ്മയുടെ ഉദ്ദേശ ലക്ഷ്യം ഈ പെണ്ണിന്റെ ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കാൻ ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നാൽ എന്തായി? പ്രിയ സഹോദര, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം. സഭയുടെ പ്രബോധനമാണ് മാന്യമായ രീതിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോൺ 23-ാം മാർപ്പാപ്പ
വലിയ തമാശക്കാരൻ മാർപ്പാപ്പയാണ്. അദ്ദേഹം സ്പെയിനിൽ പോയപ്പോഴേ ഒരു മാമാമ പെങ്കൊച്ച് അല്പവസ്ത്രധാരിയായിട്ട് മാർപ്പാപ്പ എടുക്കും. എന്നിട്ട് എന്തിനാ വന്നതെന്നറിയാമോ? ഫ്രൂട്ട്സും കൊണ്ട് വന്നു മാർപ്പാപ്പയ്ക്ക് എന്ത് കൊടുക്കാൻ. അപ്പൊ അതിനകത്ത് ആപ്പിൾ ഇരിക്കും. അപ്പോൾ ആപ്പിള് മാർപ്പാപ്പ എടുത്തിട്ട് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആപ്പിള് കഴിച്ചപ്പോഴാ ഹൗവായിക്ക് ബോധം വേണമെന്ന്. നഗ്നയാണ്. ആപ്പിള് കഴിച്ചപ്പോഴാണ് ഹൗവായിക്ക് ബോധം വീണത്. അതുകൊണ്ട് നീ കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പൊ നിനക്ക് ബോധം വരുമെന്ന് മാർപ്പാപ്പ കൊടുത്ത മറുപടി. അപ്പൊ നിനക്ക് ബോധം വരും. യാതൊരു എളുപ്പമില്ലാതാണ് പെണ്ണുങ്ങളൊക്കെ അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതെന്താ കാര്യം എന്നറിയാമോ? അവസാന കാലം വ്യഭിചാരത്തിന്റെ ദുർഭൂതത്തെ അഴിച്ചുവിടുവന്നു. അത് കേരളത്തിൽ കുറവായിരുന്നു. ഇപ്പൊ വ്യഭിചാരത്തിന്റെ ദുർഭൂതം കേരളത്തിലും. വ്യഭിചാരത്തിന്റെ ദുർഭൂതങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെന്ന് ഞാൻ ഇന്നേ നാഴി വരെ മുഖത്ത് പൗഡർ ഇട്ടിട്ടുണ്ട്. ഒരിക്കലും പൗഡർ ഇടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എന്റെ അവയവം ക്രിസ്തുവിന്റെ അവയവമാണെങ്കിൽ ഈ അവയവത്തിന് എത്ര വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മരിച്ചാൽ ശവമല്ല തിരുശേഷിപ്പാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ ഞാൻ മരിച്ചാൽ. അപ്പോൾ മിനിച്ചാണ്ടി ഇട്ടിരിക്കുന്ന ആ ഈ ചുരിദാറിന്, ഇട്ടിരിക്കുന്ന ഉടുപ്പിന് എല്ലാം വിലയുണ്ട്. അൽഫോൻസാമ്മയ്ക്ക് അധികം ഡ്രസ്സില്ലായിരുന്നു. ഡ്രസ് ഉണ്ടായിരുന്നെങ്കിൽ എവിടെയൊക്കെ കൊടുക്കാറുണ്ട്, എത്ര പള്ളിയിൽ കൊടുക്കാറുണ്ട്. പ്രിയ സഹോദര, നീ പിടിക്കുന്ന തൂവാലയുണ്ടല്ലോ, പൗലോസിന്റെ കൈ കൊണ്ട് തൊട്ട തൂവാല രോഗികളുടെ അടുക്ക കൊണ്ടിട്ടപ്പോൾ രോഗം സൗഖ്യമെന്നാക്കിയെന്ന വചനം പറയുന്നു. ജോണച്ചായന്റെ ഉടുപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് കഴിയുമ്പോൾ ആ ഉടുപ്പെ പിടിച്ച സർവാരോഗം എഴുന്നേറ്റ് നടക്കും. അവന്റെ പേരാണ് ക്രൈസ്തവൻ. പരമേശ്വരൻ ചേട്ടന്റെ ഉടുപ്പ് തൊടുമ്പോൾ ഭാര്യയ്ക്ക് സൗഖ്യം ഉണ്ടാകും. ഇതാണ് ക്രിസ്ത്യാനി, ഇതാണ് ക്രിസ്ത്യാനി, ഇതാണ് ക്രിസ്ത്യാനി. അല്ലയോ ക്രിസ്ത്യാനി, നിന്റെ മഹത്വം നീ അറിയണം. അല്ലയോ ക്രിസ്ത്യാനി, നിന്റെ മഹത്വം നീ അറിയണം. എന്റെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെങ്കിൽ ഇനിയും എനിക്ക് മദ്യപിക്കാനൊക്കെ. ഈ വചനം ഏറ്റെടുക്കാൻ സന്നദ്ധനായ ഒരു വ്യക്തി ഉണ്ടെന്ന് പറയുന്നു. മദ്യപാനം ഉപേക്ഷിക്കാൻ ഇപ്പൊ തയ്യാറെടുക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമയർത്താം. അതാണ് ഞാൻ എത്തിയിരിക്കും. മുന്നോട്ട് പോകും. മുന്നോട്ട് പോകും. ഇപ്പൊ ഒരു സന്ദേശം കിട്ടിയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സന്ദേശം. എന്റെ പേര് സജീറാണ്. എത്ര നാളുകൊണ്ട് മദ്യപിക്കുന്നു? 12 വർഷങ്ങൾ. 12 അല്ലെങ്കിലും. അപ്പൊ ഇത് മദ്യപിച്ച് നിർത്താൻ തീരുമാനിച്ചു. എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഇത് പിടിച്ച ഇവിടെ പിടിച്ച്, ഇവിടെ പിടി. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ. പുന്നമൂട്ട് ഇടവക്കാരന് അല്ലെ, പുന്നമൂട്ട് കത്തീഡ്രൽ ഇടവക്കാരന് അദ്ദേഹം ഇവിടെ വന്നത് ഒരു തീരുമാനത്തോടു കൂടിയാണ്. ഈ തീരുമാനം അന്ത്യത്തോളം നിലനിൽക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ. ഈ കുടുംബത്തെ അനുഗ്രഹിക്കും. ചില വഴികളൊക്കെ ദൈവം തുറക്കുന്നുണ്ട് കേട്ടോ, കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ഞാൻ സാക്ഷ്യം പറയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വേറെ ഒരു സാക്ഷ്യം പറഞ്ഞു. സ്വീകൃതർ പത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മുല്ലപ്പൂവിന്റെ മണം 2 ഭാഷ അടിച്ചു. അത് എനിക്ക് ഒരു പുറത്ത് ഞാൻ അച്ഛനോട് ഞാൻ ചോദിച്ചു. അച്ഛൻ എനിക്ക് അടിച്ചു വേറോടും ചോദിച്ചു. മാതാവിന്റെ സാന്നിധ്യം, അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ഹല്ലേലൂയ. പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടോ?
മാതാവിന്റെ ഇപ്പൊ അത് അനുഭവപ്പെടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ കരുതുക. നമ്മൾ ശുദ്ധമായ വചനം പറയുമ്പോഴേ ഇവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. കരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടേ? വീണ്ടും പറയുകയാണ്, 1 കൊരിന്ത്യർ 6:19 വായിച്ചേ. 1 കൊരിന്ത്യർ 6. നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടേ? വീണ്ടും പറയൂ, നിങ്ങൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയം. ഒരു ദേവാലയമാകണമെങ്കിൽ അവിടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന കൂദാശയുണ്ട്. എന്ന് പറയുന്നത് പോലെ മനുഷ്യ ശരീരമാണ് ദേവാലയം. ഈ ദേവാലയത്തേക്കാൾ കൂടുതൽ ഒരു ദേവാലയമില്ല. ഞാനാകുന്ന ദേവാലയം വിശദീകരിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആരാ പരിശുദ്ധാത്മാവ്? ശൂന്യതയിൽ നിന്നെല്ലാം ഉളവാക്കാൻ കഴിവുള്ളവന്റെ പേരാണ്. ഓർസബേർ പറഞ്ഞില്ലേ, ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളത് പരിശുദ്ധാത്മാവിനാണ്. വെള്ളത്തെ വീഞ്ഞാക്കി, ഹല്ലേലൂയ, രൂപരഹിതമായ ഈ ഭൂമിയെ രൂപമുള്ളതാക്കി മാറ്റി. വെള്ളത്തിൽ തൊഴിലെ ആത്മാവ് ചലിച്ചു. അന്ധകാരം നിറഞ്ഞ ലോകത്തെ വിശുദ്ധീകരിച്ചത് പരിശുദ്ധാത്മാവാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞ് ശ്രദ്ധിച്ചേ നിങ്ങള്. വീണ്ടും 5-ാമതായിട്ട് പറയാ, 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും ദൈവത്തിന്റെ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാൻ തന്നെ. ദൈവത്തിന്റെ ആലയം ഞാൻ തന്നെ, ദൈവത്തിൻ കൂടാരം ഞാൻ തന്നെ. ചലിക്കുന്ന ദേവാലയത്തിന്റെ പേരാണ് മനുഷ്യൻ. നീ ഒരു ദേവാലയമാണ്. ദേവാലയത്തിൽ വരുന്നവരെന്താണ്? ദൈവം വസിക്കുന്ന ആലയത്തിൽ വരുമ്പോൾ അവന് ആശ്വാസം ലഭിക്കും. നീ ആകുന്ന ദേവാലയത്തിൽ കൂടി അനേകരെ നീ ജ്വലിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ദേവാലയത്തിലെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ മലങ്കര കുർബാനയിൽ ഇങ്ങനെ പറയും, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ അപ്പത്തെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശരീരമാക്കി മാറ്റും. അതുകൊണ്ടാണ് മലങ്കര കുർബാനയിൽ പറയുന്നത്, നിങ്ങൾ ഭയത്തോടും പുറയലോടും കൂടെ നിൽക്കണം. നല്ല നിൽപ്പ. പ്രിയ സഹോദരങ്ങളെ, ദേവാലയത്തിൽ എങ്ങനെ വരണം? ദേവാലയത്തിന്റെ ആനവാതിലിൽ കൂടിയാ കയറേണ്ടത്. ആനവാതിൽ കൂടി കയറേണ്ടത് എന്താണെന്നറിയാമോ? ആനവാതിലിന്റെ അവിടെ ഈശോ സ്വീകരിക്കാനായിട്ട് നിന്നെ നിപ്പുണ്ട്. അവിടെ വണങ്ങണം. പള്ളിയിൽ വന്നാൽ സിനിമ കാണുന്ന കാഴ്ചക്കാരെ പോലെ പലരും ഞാൻ കണ്ടിട്ടുള്ളൂ. മുട്ടിന്മേൽ നിൽക്കണം. ഒരിക്കലും പള്ളിയിൽ വിശുദ്ധ കുർബാന സമയത്ത് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. 1.5 മണിക്കൂർ സമയം ആ കുർബാന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചാലോ ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാലോ എടുക്കേണ്ട കാര്യമില്ല. നിൽക്കുന്നത് അഗ്നിയിലാണ്. സർവ്വതും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്. സകലമായ ആഹാരം വിശുദ്ധന്മാരും അൾത്താരയിൽ വരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവവൈദ്യരെ നീ മൊബൈൽ എടുക്കാനും ഒന്ന് മുട്ടിന്മേ പോലും നിൽക്കാൻ കഴിയില്ലാത്ത ക്രൈസ്തവരുടെ എണ്ണം കൂടി. സ്ത്രീകൾക്ക് തലയില് തുണിയിടുന്നത് തന്നെ ഇപ്പൊ അലർജി. സ്വരമുയർത്തി ഹല്ലേലൂയ, ശക്തിയോട് ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ മനുഷ്യനാകണമെങ്കിൽ ഒന്ന് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നീ ആരാണെന്ന് മനസ്സിലാക്കുക. എന്റെ ശരീരം എന്റേതല്ല, ക്രിസ്തുവിന്റേതാണ്. ഇങ്ങനെങ്കിലും പറയാം.
എന്റെ ശരീരം എന്റേതല്ല. ഇനി രണ്ടാമതായി, ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതല്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, വിലയേറിയതല്ല. കയ്യെ കിടക്കുന്ന സ്വർണമാണോ? ഇനി സഹോദരി കൈ ഉയർത്തിക്ക്, കൈ ഉയർത്തിക്ക്, കൈയൊന്ന് ഉയർത്ത സഹോദരി, കൈയൊന്ന് ഉയർത്തി. അപ്പൊ ഇവിടെ എത്ര മോതിരമുണ്ട്? ആ കൈയോടൊന്ന് ഉയർത്തിക്കും. അത് ദൈവം കൊടുത്ത ഇരിക്കത്തുണ്ടോ? കൈ ഉയർത്ത്. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർണ്ണമൊന്നുമല്ല, അതിനേക്കാൾ വലിയ സ്വർണമാണ് നിങ്ങൾ ഒരു. സ്വർണത്തിനേക്കാളും തങ്കത്തിനേക്കാളും വിലയേറിയവന്റെ പേരാണ് മനുഷ്യൻ. ഇന്ന് മനുഷ്യൻ കൊടുക്കുന്ന എന്ത് വില? സ്വർണം. ഞാനും കോസപ്പാറോടെ പാലായിൽ ഒരു ധ്യാനം നടത്തി. ഇതെന്നറിയാമല്ലോ, ഒരു കുടുംബം വന്നു. ഭാര്യ പറഞ്ഞു, എന്റെ 17 പവൻ തന്നേക്കുവാണെങ്കിൽ ഞാൻ ഇയാളുമായിട്ടുള്ള. അപ്പൊ കോസപ്പാറ ചോദിച്ചു, ഭാര്യയാണോ വലുത്, അല്ല ഭർത്താവാണോ വലുത്, ഈ 17 പവനാണോ? അവൾ എടുത്ത വായി പറയും, ഇയാളെ വിറ്റ് എന്തോ കിട്ടും, 17 പവൻ കൊടുത്ത. പ്രിയ സഹോദരൻ, ഇത്ര അടിസ്ഥാനം കുറഞ്ഞ സ്വർണത്തിനും പണത്തിനും 1-ാം സ്ഥാനം കൊടുക്കുന്നവന്റെ പേരല്ല ക്രിസ്ത്യാനി. ഇപ്പൊ സൗര്യയുടെ കയ്യെ കിടക്കുന്നതൊക്കെ നല്ലതാ കേട്ടോ. അതൊക്കെ പെണ്ണുങ്ങളുടെ കയ്യിൽ കുറെ മാലയും സ്വർണ്ണമൊക്കെ കിടക്കുന്നതല്ല. പക്ഷേ ഇതിനേക്കാൾ ഉപരിയാ നീ. 2 പവന്റെ മാല ഒരു കൺവെൻഷൻ വന്നപ്പോ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നീട് അവര് ധ്യാനം കൂടാൻ പോയി. ജോബിന്റെ പുസ്തകത്തിൽ ജോബ് ചോദിക്കുന്നുണ്ട്, സ്വർണമായിരുന്നു എന്റെ ആശ്രയം. ജോബ് 31:28 തൊട്ടുള്ള തീരുമാനമാക്കുന്നു അല്ലേ? ആ ജോബിന്റെ പുസ്തകം എടുത്തേ. ഇവിടെ ജോബ് എന്താ പറയുന്നത്? ആ ജോബ് 31:24. സ്വർണമായിരുന്നു എന്റെ ആശ്രയമെങ്കിൽ തങ്കത്തിൽ എന്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നു. ഞാനൊരു സ്വർണ്ണ വ്യാപാരിയോട് ഇത് പറഞ്ഞു വെറുതെ, എന്റെ പ്രത്യാശ മൊത്തം തങ്കത്തിലാണ്. ഇതിലാണ് സ്വർണത്തിന് വില കൂടുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന ആൾക്കാരാരാണ്? ജുവലേഴ്സ്. പണം വില കൂടുന്നതനുസരിച്ച് ഒരു ദിവസമൊക്കെ കോടി, 1 കോടി, 2 കോടി, 3 കോടി, 5 കോടി രൂപ, അല്ലെങ്കിൽ 50 കോടി രൂപ മേടിക്കുന്ന സ്വർണ്ണ വ്യാപാരികളെ ഒറ്റ ദിവസം. വിലയൊന്ന് ചെറുതായിട്ടൊന്ന് കൂടിയാൽ മതി. സീസണിലൊക്കെ വില കുറഞ്ഞെന്ന് പറഞ്ഞ് പെണ്ണിനെ കെട്ടിക്കാതിരിക്കാൻ. അപ്പൊ ഇവിടെ ചോദിക്കുക, സ്വർണമായിരുന്നു നിന്റെ ആശ്രയമെങ്കിൽ, തങ്കത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരുന്നെങ്കിൽ, എന്റെ സമ്പത്ത് വലുതായതുകൊണ്ടോ എന്റെ കൈകൾ ഇങ്ങനെ 500ന്റെ നോട്ട് എണ്ണിയിരിക്കുന്നത് സന്തോഷമാണ്. ചിലർക്ക് സന്തോഷം. ഞാൻ പൊടിമറ്റം ധ്യാന കേന്ദ്രത്തിൽ 10 വർഷത്തിന് മുമ്പ് മാസത്തിൽ പോകുന്നുണ്ട്. 10 വർഷത്തിന് മുമ്പ് ധ്യാനിപ്പിക്കാൻ ചെന്നു. അന്ന് റബ്ബറിന് വലിയ വില 200 രൂപയ്ക്ക് പോയി. അപ്പൊ 200 രൂപ ജോബ് 31, 24 തൊട്ട് 28 വരെ. അപ്പൊ ഇങ്ങനെ ധ്യാനം കൂടെ വന്നിട്ട് ഇദ്ദേഹം പറയും, എനിക്ക് 4 റബ്ബർ കട അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതെന്താ ചോദിക്കുന്നത്? വെറുതെ ഇങ്ങനെ ഞാനിങ്ങനെ നോട്ട് എണ്ണുമ്പോൾ വെറുതെ ശ്രദ്ധിച്ച്, ഞാൻ ഒരു 10, 2000, അന്ന് 2000-ന്റെ 1000-ന്റെ നോട്ട്, 1000-ന്റെ 10 നോട്ട് എണ്ണുമ്പോ ഒരു ഉമ്മ കൊടുക്കും. അതിന്റെ അർത്ഥം എന്നാ? ഈ പണത്തോടുള്ള അത്യാർത്ഥിയാണ്. നിങ്ങൾക്ക് പണത്തിന്റെ ബന്ധനം ഉണ്ടോന്ന് എങ്ങനെ തിരിച്ചറിയും? പണത്തിന് ബന്ധനം ഉണ്ടോന്ന് എങ്ങനെ തിരിച്ചറിയും? ചെയ്ത പണം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞു. നിന്റെ വലത് കൈ ചെയ്യുന്ന പുന്നോട് പള്ളിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും അറിയാൻ പാടില്ല. ഇതാ കുരിശിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുക, ആലിങ്കൽ തോമാച്ചന്റെ വക കുരിശു, ത്രേസ്യാമ്മയുടെ വേറെ പള്ളി ഹാൾ. നിന്റെ വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടത് കൈ അറിയരുത്. അപ്പൊ പണത്തിന്റെ ബന്ധനം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരിക്കല് ഒരു ഭാര്യ ഭർത്താവൂടെ ഹോസ്പിറ്റലിൽ എന്താന്ന് ചോദിച്ചാൽ ഭർത്താവിന്റെ പ്രഷർ കാണിക്കാം. അപ്പൊ 69 ടിക്കറ്റ്.
ഡോക്ടറെ കാണിക്കുന്നതിന് ഭർത്താവിന്റെ പ്രഷർ കൂടും. ഭർത്താവിന്റെ പ്രഷർ കൂടും. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പോൾ ഭർത്താവിന് ആ ബോധമില്ലാത്ത ഭർത്താവ് ഇങ്ങനെ പറയുക, 10,000 10,000 10,000. എന്താ പറയുന്നത്? ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് ബോധമില്ലെങ്കിലും ഈ 10,000 10,000 എന്ന് പറയുന്നില്ല. എന്റെ ഡോക്ടറെ, 28 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രസവത്തിന് മുടക്കിയ പൈസയാണ്. പണം ഒരു ബന്ധനമാണെങ്കിൽ ചെയ്ത പണത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അത് ചെയ്തില്ലേ, ചിലവരിങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു, ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ. ഇതൊരു ഭയങ്കര ബന്ധനം. കേട്ടോ നോക്കി, ഇതെന്താണ്? ഭയങ്കര ബന്ധനം. ചെയ്ത പണം വിളിച്ചു പറയുക. അതാണ് എന്റെ സമ്പത്ത് കണ്ടിട്ട് ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ. എന്നിട്ട് എന്താ പറയുന്നത്? അത് ന്യായാധിപന്മാര് ഒരു ശിക്ഷ വിധിക്കേണ്ട കുറ്റമായി. സ്വർണവും വെള്ളിയൊക്കെ നിനക്ക് വേണമെന്നുള്ള ദൈവം തരുന്നത്. അല്ലാതെ ഇതിനൊക്കെ 1-ാം സ്ഥാനം കൊടുത്താൽ എന്ത് സംഭവിക്കാമെന്ന് അറിയാമോ? ദൈവകൃപ നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2 തൊട്ട് 6 വരെ വായിക്കണം. നീ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2 തൊട്ട് 6 വരെ ഒരു വചനം വായിച്ചു. 1 കൊരിന്ത്യർ 1-ാം കൊരിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക്. അപ്പോൾ കൊരിന്തോസ് എന്നുള്ളിടത്ത് മാവേലിക്കര പുന്നമൂട്ടിലുള്ള കത്തീഡ്രലുകാരിയായ ജെസ്സിക്ക് എഴുതുന്നു. വചനം വായിക്കുന്ന വ്യക്തിക്ക് എഴുതുന്നു. എന്തെഴുതുന്നു? യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെടും. അപ്പൊ 2 ഓപ്ഷനേ ഉള്ളൂ. പരമേശ്വരൻ ചേട്ടാ, ഒരു ക്രിസ്ത്യാനിയായ 2 ഓപ്ഷനേ ഉള്ളൂ. 1 വിശുദ്ധനാവുക, 2 വിശുദ്ധനാകാൻ. അതിനപ്പുറം ഒന്നും അടുത്തിരിക്കുന്ന വ്യക്തികളോട് 1 ഈ വിശുദ്ധനാണെന്ന് പറഞ്ഞു. താങ്കൾ ഒരു വിശുദ്ധനാണോ ചോദിച്ചു. താങ്കളെ കണ്ടിട്ട് വിശുദ്ധനാണെന്ന് തോന്നല്ലോ ചോദിച്ചു. തോമസ് അപ്പോൾ എന്താ സഭയോട് പറയാണ്? വിശുദ്ധരായവർക്കും വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം. അപ്പൊ ഇവരുടെ ഈ വിശുദ്ധനും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുടെ പേരെന്നാ? നിങ്ങൾ താമസിക്കുന്നിടത്തല്ല ചെന്ന് പറയും, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ. പുന്നോട്ട് ഇടവാക്കാരോട് പറഞ്ഞുകൊണ്ട് കാര്യം. അതിന്റെ പേരെന്താ? അതിനെ മാർപ്പാപ്പ വിളിക്കുന്ന പേര്. ഇന്ന് സഭയിൽ അമ്മമാര് കുറവാണ്, ആയമാരാണ്. അമ്മയുടെ പ്രത്യേകത എന്താ? കുഞ്ഞിന് ജന്മം കൊടുക്കും. പുതിയതായിട്ടുള്ള ഹൈന്ദവരെ യേശു ക്രിസ്തുവിലേക്ക് കണ്ടിപ്പിക്കും. ഞാൻ 5032 ഹിന്ദുക്കളെ 30 വർഷത്തെ വചന ശുശ്രൂഷയിൽ കത്തോലിക്ക സഭയിലേക്ക് മാമോദിസ മുക്കി. 28 വർഷങ്ങൾക്ക് മുമ്പ് ഇതാ കൊല്ലം രൂപതയുടെ സാഗരമാതാ പള്ളി തോട്ടപ്പള്ളി ചെന്ന് പ്രസംഗിച്ചതിന്റെ വ്യക്തിയാണ് അജി. ഇതുപോലെ 5000 ശിഷ്ടം ആളുകളെ കത്തോലിക്ക സഭയിൽ ഞാൻ ചേർത്തു. നിങ്ങൾ എത്ര പേര് ചേർത്തു? ഞാനൊരു വ്യക്തിയെ കണ്ടാൽ ആദ്യം ആ വ്യക്തിയോട് ചോദിക്കും, താങ്കൾ ആരാ? ഞാൻ ബഷീർ. ബഷീറിനോട് കുറെ നേരം സംസാരിച്ചിട്ട് പറയും, ബഷീറെ, ഖുർആനൊന്നും വായിച്ച രക്ഷപ്പെടുത്തില്ല, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ. അപ്പോൾ അവസാനം തർക്കം നോക്കുമ്പോൾ ഉള്ള കാര്യം പറയും. അവസാനം അയാൾ പറയും, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ 12 മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളാക്കി മാറ്റി. ചുമ്മാതല്ല പറയും. നമ്മുടെ വിളി ഉള്ള സൺഡേ സ്കൂളും ഉള്ള ആൾക്കാരെ അലക്കിക്കൊണ്ടിരിക്കുക. അലക്കി കുറേമാര് കുടിച്ച് മരിച്ചു. കുറേമാര് ഈ കുടിക്കുന്നവനെ ഒന്ന് നവീകരിച്ച് അവന്റെ ആത്മാവ് രക്ഷപ്പെടുത്തിയിട്ട് അടക്കത്തിന് പോയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അമ്മമാരെയാണ് സഭയ്ക്ക് ആവശ്യം. ആയമാരുടെ പ്രത്യേകത ഉള്ളതിനെ ഇട്ട് കുളിപ്പിക്കും, ഉള്ള വള്ളിയിട്ട് ചലന്തി വലിയ അടച്ച് ഉള്ള ആൾക്കാരെ മതി. കുറേ പേര് പോയാലും കുഴപ്പമൊന്നും
ഇപ്പൊ ആവശ്യത്തിന് ഇടവക്കാരൊക്കെ ആയി. അതുകൊണ്ട് നീയൊക്കെ പോയാലും ഞങ്ങൾക്കൊരു 10 തവണ പള്ളി വന്നാലും അച്ഛനും നോക്കത്തില്ല, കപ്പിയാരും വീട്ടിൽ നോക്കത്തില്ല. അവൻ ചത്തു കഴിയുമ്പോൾ അയ്യോ ചത്തോന്ന് അറിയാൻ വേണ്ടി ഒരു പെന്തിക്കോസുകാരന്റെ കൂട്ടായ്മ ഒരാൾ വരാതിരുന്നാൽ അടുത്ത ആഴ്ച എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? വത്തിക്കാൻ സിനോസി പറഞ്ഞു കത്തോലിക്ക സഭ വിട്ടുപോകാൻ ഒന്നാമത്തെ കാരണം അജപാലന ദൗത്യം. വൈദികന് രോഗികളെ ഒന്ന് സന്ദർശിക്കാൻ സമയമില്ല. സ്കൂളും കോളേജും LLB കോളേജും മെഡിക്കൽ കോളേജും നടക്കും. ഇതൊന്നും വൈദികർക്കുള്ളതല്ല. വൈദികനെ പട്ടം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയും, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ ഞാൻ വൈദികനാക്കിയിരിക്കുന്നു. മെഡിക്കൽ കോളേജ് നടത്താൻ വൈദികനാക്കിയെന്നില്ല, SB കോളേജ് നടത്താൻ വൈദികനാക്കിയെന്നില്ല, മാർവാനീസ് കോളേജ് നടത്താൻ വൈദികനാക്കിയെന്നല്ല, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ ഞാൻ വൈദികനാക്കി. കണക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്താ വചനം പറയുന്നത്? കോരിന്തോസിലുള്ള സഭയ്ക്ക് എഴുതുന്നു. എന്തെഴുതുന്നു? യേശുക്രിസ്തുവിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപ. ഇങ്ങനെയുള്ളവർക്ക് സമാധാനമുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവർക്ക് മാത്രമേ നീ അനുഭവിച്ച ക്രിസ്തുവിനെ നിന്റെ സാധ്യതയ്ക്ക് വേണ്ടി വീട് വരട്ടെ, കാറ് വരട്ടെ, ഹല്ലേലൂയ ഓശാന, ഹല്ലേലൂയ ഓശാന, നിന്റെ ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരോട് പറയണം ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ നിങ്ങൾ നാഥനും രക്ഷകനുമായി സ്വീകരിക്കും. പരമേശ്വരൻ ചേട്ടനോട് പറഞ്ഞാൽ പരമേശ്വരൻ ചേട്ടൻ എന്ത് പറയും? യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ഇങ്ങോട്ട് വന്ന് നടന്നു വരാനൊക്കെ ഇങ്ങോട്ട് വന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ലോകം ഒന്ന് കേട്ടോ. പരമേശ്വരൻ ഇങ്ങനെ പറയുമ്പോൾ അനേക അമേരിക്കയിലുള്ള പല ആൾക്കാർക്കും പരമേശ്വരന്റെ സാക്ഷ്യത്തിൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പരമേശ്വരന്റെ വീട്ടിൽ വിളിക്കുന്നത്. പരമേശ്വരനോട് ഓടി പയ്യെ പിടിച്ചോളൂ. പ്രോത്സാഹനം പിടിച്ചേ, പയ്യെ പിടിച്ചു. 84 വയസ്സുള്ള വ്യക്തിയെ അദ്ദേഹത്തോട് ചോദിക്കാം, ലോകത്തിലെ ഒരു ദൈവമേ ഉള്ളോ? ആ ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കാമോ? പരമേശ്വരൻ ചേട്ടാ, ലോകത്തിൽ ഒരു ദൈവമേ ഉള്ളോ? ആ ദൈവത്തിന്റെ പേര് യേശു ക്രിസ്തു. ഈ ഒരു ദൈവമല്ലാതെ ഒരു ദൈവവും ഇല്ല. അങ്ങ് സൃഷ്ടാവാൻ സകലത്തിന്റെ ആധിപനാണ്, സർവാധിപനാണ്, സർവത്വനാണ്. ആ യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ചു. പരമേശ്വരൻ ചേട്ടൻ തലയല്ല വലുത്, തല തന്ന ഒരു കാര്യം പറയും. അമ്മ ഇവിടെ സ്മെല്ല് തന്നെന്ന് പറഞ്ഞില്ലേ? ഇത് ഞാനൊന്ന് അനുഭവിച്ചു. ഒന്നല്ല രണ്ട്. ഒന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ, വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയും അമ്മയും കൂടെ വരണം, ഇത് അവിടെ പറയണം. എനിക്ക് സ്മെല്ല് കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ അനുഭവിച്ച ആ സ്മെല്ല് ഈ വരുന്ന ആൾക്കാരൊന്നും അവിടത്തേക്ക് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവരെല്ലാം ഒന്ന് പറയുന്ന കേൾക്കാൻ എനിക്ക് സന്തോഷമുണ്ടെന്നോ. അത് കേട്ടു സ്വതന്ത്ര. ഇപ്പൊ നടന്ന സ്മെല്ല് പരമേശ്വരനായിട്ട് മനസ്സിൽ ഈ മാതാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിളി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വിളിക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇനിയും രണ്ടാമത് പറഞ്ഞത് ജീവിതത്തിൽ വിലയേറിയതല്ല. അടുത്തിരിക്കുന്ന കൂടപ്പറപ്പിനോട് ചോദിച്ച് ജീവിതത്തിൽ വിലയേറിയതല്ല. 1 തിമോത്തിയോസ് 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട്, അങ്ങനെ ശാരീരികമായ നടക്കാൻ അറിയുന്നതുകൊണ്ട്, കുറെ അഭ്യാസങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് കുറച്ച് വലിയ പ്രയോജനം ഉണ്ടെന്നാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലേലും നടക്കാൻ ഇറങ്ങിയേക്കും. 7 കിലോമീറ്റർ നടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ശരീരമാണോ വലുത് ആത്മാവാണോ? അത് ശരീരമല്ലയോ വലുത്? പ്രിയ സഹോദരാ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ.
ശാരീരികമായ പരിശീലനം കൊണ്ട്, ഒരു യോഗയൊക്കെ നടത്തുന്നത് കൊണ്ട് അവർക്കൊക്കെ കുറച്ച് ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്നാണ് ബൈബിളിൽ പറയുന്നത്. പൂച്ചാസനവും ചക്രാസനവും ഒക്കെ കാണിക്കുന്നുകൊണ്ട് കുറച്ച് ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. വളരെ പറ, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളത്. കുഞ്ഞുങ്ങളെ കേട്ടോ, ആത്മീയത എല്ലാ വിധത്തിലും. അതാണ് വിശുദ്ധ കൊച്ചേസ്യ പറഞ്ഞത്. മോഡം 6-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ നാഥൻ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയാണ് ആര്? 24 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അവള് പറയാ, എന്റെ ഈശോ അല്ലാതെ എനിക്ക് ആരും, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഇത് ആരുടെ പാട്ടാ? കൊച്ചേസിയുടെയാ. യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട എനിക്ക്. കേട്ടോ, പരമേശ്വരൻ ചേട്ടൻ കൈപൊക്കി, മറ്റൊന്നും വേണ്ട. ഒരാളെങ്കിലും കൈപൊക്കിയല്ല. ബ്രദറെ, പോൾസന്മാർ പറയുമ്പോഴേ, പോൾസന്മാരല്ലേ നല്ല സാക്ഷി പറയും. നിങ്ങളില്ലേ കരമേറ്റി ഹല്ലേലൂയ പറയണ്ട, പോൾസന്മാർ തന്നെ പറയാം നിങ്ങൾ ഹല്ലേലൂയ പറയും. അത് കേൾക്കുമ്പോ നിങ്ങളല്ലേ പറയണ്ട. ധ്യാനകേന്ദ്രത്തിലൊക്കെ ചെന്നൊരു സാക്ഷ്യം പറയുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴേ അവർ ഹല്ലേലൂയാന്ന്, അതാണ് ആത്മീയത ഉണ്ടെന്ന് അറിയാനുള്ള ലക്ഷണം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പൊ വല്ലപ്പോഴും ഒക്കെ ഒരു ധ്യാനമൊക്കെ കൂടാൻ പോണം. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പൊ ആത്മീയതയാണ് വിലയേറിയത്. അപ്പൊ ഈ ആത്മീയതയുടെ കാര്യമല്ല അടുത്ത വചനം എന്താ പറയുന്നത്? അത് ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിന്റെയും സംബന്ധിക്കുന്ന വാഗ്ദാനമാണ്. ഈ ജീവിതം കൊണ്ട് തീരുന്നതല്ല ജോണച്ചായ നമ്മുടെ ജീവിതം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ വെച്ച് വീണ്ടും, കണ്ടോ സൗരി കേട്ടോ, ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ. നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും കണ്ട കാര്യമല്ല. ഞാൻ മരിച്ചാൽ എനിക്ക് വലിയൊരു സ്ഥലമുണ്ട്, ഭാഗ്യ നാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഞാൻ പരദേശിയാണ്. ഇവിടെ ഞാൻ ആരാണ്? ഇവിടുത്തെ ജീവിതം താൽക്കാലികം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. ഇങ്ങോട്ട് നോക്കി, തൽക്കാലത്തേക്കുള്ള ജീവിതമേ ഉള്ളൂ. നിങ്ങളെല്ലാം താൽക്കാലിക ജീവിതം. നമ്മളെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ശ്രദ്ധിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാ 3:18 പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് ഉറക്കെ പറഞ്ഞ്. പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി. എന്താ കുരിശിന്റെ ശത്രുക്കൾ? ഇങ്ങോട്ട് നോക്കിയേ. എന്താ കുരിശിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ? സഹനം വരുമ്പോഴേ, കഷ്ടത വരുമ്പോഴേ ദൈവത്തെ കുറ്റം പറയുന്നവരെ ക്രിസ്തുവിന്റെ ശത്രുക്കൾ. സഹനം വേണ്ട, എപ്പോഴും ഇങ്ങനെ ദൈവം തന്നാ മതി. കർത്താവേ എന്നെ സമ്പന്നനാക്കണമെന്ന പലരുടെയും പ്രാർത്ഥന. പ്രിയ സഹോദരങ്ങളെ, പ്രോസ്പെരിറ്റി ഗോസ്പലുകളെല്ലാം ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രു. ആത്മാവ് രക്ഷപ്പെടാത്ത ശുശ്രൂഷകളെല്ലാം ക്രിസ്തുവിന്റെ കുരിശിന്റെ. അപ്പൊ ഇവിടെ പറയാ പലരും ക്രിസ്തുവിന്റെ കുരിശുക്കളിന്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടുകൂടെ പൗലോസ്ലീഹ കരയുക. മക്കളെ, നിങ്ങൾ ഈ വചനം വിറ്റ് പൈസ കാശുണ്ടാക്കരുത്. വചനം നിങ്ങളുടെ ഭൗതിക ആഗ്രഹത്തിന് വേണ്ടിയല്ല, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവ് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്താ? പാരീസ് സർവകലാശാലയിലെ തത്വശാസ്ത്രത്തിന്റെ പ്രൊഫസർ
ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യറിനോട് പറയും, സേവ്യർ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയിലെ ഒന്നാണ് പാരീസ് സർവകലാശാല. അവിടുത്തെ നല്ല ജോലിയാണ്. ആ ജോലി രാജിവെച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇന്നലെ കണ്ട ഒരു കുരിശ് കണ്ട എന്റെ കയ്യിൽ. ആ കത്രയുള്ള കുരിശിലേക്ക് ഇങ്ങനെ നോക്കി ഫ്രഞ്ച് ഭാഷയിൽ ഫ്രാൻസിസ് സേവ്യർ പ്രസംഗിച്ചു. കൊല്ലത്തും തിരുവനന്തപുരത്തുമുള്ള തീരദേശവാസികൾക്ക് അവരുടെ ഭാഷയിൽ മനസ്സിലാവും. കൊല്ലം, തിരുവനന്തപുരമുള്ള തീരദേശത്തിലെ ലത്തീൻ കത്തോലിക്കരെല്ലാം അവരുടെ പൂർവികരെ ഫ്രാൻസിസ് സേവ്യർ സ്വന്തം കൈകൊണ്ട് മാമോദിസ മുക്കി. 3 ലക്ഷം പേരെ മുക്കി. എത്ര? ഇന്ന് ഒരാളെ മാമോദിസ മുക്കാന് വൈദികർക്കൊക്കെ പേടിയാണ്. നീ പത്രം എഴുതിക്കൊണ്ട് വാ, നീ മറ്റേ എഴുതിക്കൊണ്ട് വാ, നീ മറിച്ച് എഴുതിക്കൊണ്ട് വാ. പ്രിയ സാരങ്ങളെ, ഭയത്തിന്റെ ദുരാത്മാവ് പിടിച്ച് സഭ ഉറങ്ങിക്കിടക്കും. സുവിശേഷം എന്ന് പറയുന്നത് ഒരു രൂപതയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല, ഒരു മലങ്കര സഭയിൽ ഒതുങ്ങുന്നതല്ല. സുവിശേഷം ലോകം മൊത്തം പ്രഘോഷിക്കപ്പെടാനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ ഫോർമേഷനൊക്കെ ആത്മീയതയിൽ വളരുന്ന ഫോർമേഷനാണ്. എന്തെങ്കിലും വചനം, ഞാനും ബ്രദറോട് ഞങ്ങളൊരു സുവിശേഷത്തിന് വേറൊരു പള്ളിയിൽ 5 ദിവസത്തെ ധ്യാനത്തിന് വിടാൻ മലങ്കര കത്തോലിക്ക സഭയിൽ ഒത്തിരി വചന പ്രഘോഷകരെ അന്വേഷിച്ചു. ഒരുത്തിനെ വിടാൻ കിട്ടിയോ ബ്രദറെ? ഇവരെല്ലാം സുവിശേഷ മുന്നണിയുടെ ആൾക്കാരാണ്. 1 മണിക്കൂർ വചനം പറയാനുള്ള ആർജവും. എന്താ? ഇതാണോ ഫോർമേഷൻ? ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു രൂപതയിൽ ഒതുങ്ങുന്നതല്ല, ഒരു മലങ്കര സഭയിൽ ഒതുങ്ങുന്നതല്ല. ലോകമൊത്തമാണ് സുവിശേഷം. അറിയോ? ഇത് പറയാൻ തയ്യാറാണ്. ഇത് ഇങ്ങനെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ കുറെ കാര്യം ഇങ്ങനെ പഠിപ്പിച്ച് ഇവനെ കൊണ്ട് നല്ലവണ്ണം ഒരു വചനം പ്രഘോഷിക്കാൻ കഴിയും. എന്നിട്ട് എന്തോ ഇവർ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഇരുന്ന കാക്കനാളെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതിന്റെ പഠിപ്പിന്റെ ഉദ്ദേശം എന്നാ? അത് എന്നോട് പറഞ്ഞ ബ്രദറെ, മലങ്കര സഭയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു. പോരാ, ഇത് കേൾക്കണം. ഇത് കേട്ടെങ്കിലേ അവരൊക്കെ പഠിക്കുന്നു. ഇവർ ഇതിനകത്തിരുന്ന ഈ വെള്ളത്തിലെ അല്ലെങ്കിൽ പൊട്ടക്കണത്തിനകത്തിട്ട് ഇങ്ങനെ തുഴഞ്ഞോട്ട് നടക്കും. ഇതല്ല സുവിശേഷം. സുവിശേഷം ലോകം മൊത്തം പറയാം. ഇതിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആത്മീയ മനുഷ്യനല്ല. എന്നെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരിടത്തൊതുങ്ങുന്നതല്ല. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ ചങ്ങല കിടക്കിക്കൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, ഈ ചങ്ങല ഒഴികെ നീയും ക്രിസ്ത്യാനിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇന്നത്തെ ആളെയോ 1 മാസം കഴിഞ്ഞ് പൗലോസിന്റെ തല വെട്ടിക്കളയും. ഈ ആർജവമാണ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടതില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ പരിശുദ്ധ അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വർഗീസ് മാവേലിക്കരല്ല, ഇതിനേക്കാൾ വലിയ വചന പ്രഘോഷകർ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന വചന പ്രഘോഷകരെ പരിശുദ്ധ അമ്മ ഉയർത്തി. അത് കണ്ട് നിങ്ങൾ നാണക്കേടാവുണ്ടാവരുത്. സുവിശേഷം ഒരിടത്തൊതുങ്ങാനുള്ളതല്ല. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും. ഇത് കർത്താവിന്റെ കൽപ്പന. നിങ്ങൾ സകല സൃഷ്ടികളോടും മത്തായിയുടെ സുവിശേഷം അവസാനിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനം, ഇത് ഓർഡറാണ്. നിങ്ങൾ എല്ലാവരോടും സുവിശേഷം അറിയിക്കണം. അല്ലാതെ ഒരു സഭയ്ക്കകത്ത് ഒതുങ്ങുന്ന നല്ല സുവിശേഷം ആണോ? അല്ല. കരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞു. അതുകൊണ്ട് എന്താ ഇവർക്കൊന്നും ദേവാക്കളൊക്കെയോ പറയുന്നു. ഈ സഭയെന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ. അത് കത്തോലിക്ക സഭ സാർവത്രികം. അവിടെ മലങ്കരയെന്നോ സീറോയോ മലബാറെന്നോ ലത്തീനൊന്നോ ഇല്ല. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ സാർവത്രിക സഭയാണ്. സഭ ഒന്നേ ഉള്ളൂ. ആ സഭയിൽ ഒരേ ശരീരം ഒരേ രക്തമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ആണോ? നീ മലങ്കരക്കാരനായതുകൊണ്ടെന്നാണ് കുർബാന തരുന്നത്.
ഇത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഇങ്ങനെ ഉള്ളിൽ തുറന്ന് പറയുന്നോണ്ട്, വചനശക്തമായി പറയുന്നോണ്ട് ചിലവർക്കൊക്കെ എന്നെ വിളിക്കാനൊരു പേടി. ഞാൻ ആരെയും സൂക്ഷിച്ച് പറയത്തില്ല. കർത്താവ് എന്നോട് എന്താ പറയുന്നത് അതാണ്. അതുകൊണ്ട് ഈ 30 വർഷമായി വചനം പറയുന്നു. എനിക്ക് ഒരിക്കലും വചനത്തിന് തടസ്സം വന്നിട്ടില്ല. ആരൊക്കെ ഒതുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അതിനേക്കാളൊക്കെ മുകളിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷകനെ ആർക്കും ഒതുക്കാൻ സാധിക്കത്തില്ല. സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ നിങ്ങൾക്ക് വിലങ്ങ് വെക്കാം, പക്ഷെ എന്റെ വായിക്ക് വിലങ്ങ് വെക്കാൻ പറ്റില്ല. ഹല്ലേലൂയ.